ഹായ് നമസ്കാരം. എപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ട് ആ കാണുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങളില്ലേ, അവയുടെയൊക്കെ രഹസ്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോ ആ വലിയ ആകാശത്തെ ഒന്ന് പരിചയപ്പെടാൻ ലളിതമായി മനസ്സിലാക്കാനുള്ളൊരു വഴികാട്ടിയാണിത്. ശരി, നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ആ നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. പിന്നെ ആകാശം നമുക്കൊരു മാപ്പ് പോലെയാവും, സ്വന്തമായി വഴി കണ്ടെത്താൻ പഠിക്കും. അതുകഴിഞ്ഞ് അന്തരീക്ഷം കാണിച്ചു തരുന്ന ചില അടിപൊളി കാഴ്ചകളെപ്പറ്റി സംസാരിക്കും. ഒടുവിൽ ഈ വലിയ പ്രപഞ്ചത്തിൽ, നമ്മുടെ ഗാലക്സിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഒന്ന് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നക്ഷത്രങ്ങളിൽ നിന്നും ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന വെളിച്ചമുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് വായിച്ചെടുക്കുക, അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, പണ്ടൊക്കെ നമ്മളെ കുട്ടിയായിരുന്നപ്പോൾ കണ്ടിരുന്നത് പോലെ അത്രയധികം നക്ഷത്രങ്ങളെ എന്താ ഇപ്പോൾ കാണാൻ പറ്റാത്തത്? രാത്രിയിലെ ആകാശത്തിന്റെ ആ ഒരു പഴയ ഭംഗിയൊക്കെ എങ്ങോട്ടായി മാഞ്ഞു പോകുന്നത്? അതിന്റെ പ്രധാന കാരണം പ്രകാശമലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷനാണ്. നമ്മുടെ നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഈ കൃത്രിമ വെളിച്ചമില്ലേ, അത് രാത്രിയിലെ ആകാശത്തെ ശരിക്കും അങ്ങ് മങ്ങിയതാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നക്ഷത്രങ്ങളെ ശരിക്ക് തിരിച്ചറിയാൻ ഇതുപോലെയുള്ള വഴികാട്ടികളൊക്കെ നമുക്കിന്ന് അത്യാവശ്യമായി വരുന്നത്. ശരി, അപ്പോൾ ഒരു നക്ഷത്രത്തെയും ഗ്രഹത്തെയും തമ്മിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. വെറുതെ ആകാശത്തേക്കൊന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു പ്രകാശബിന്ദു ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതൊരു നക്ഷത്രമാണ്. ഇനി അതല്ല, ആ വെളിച്ചം ഒട്ടും മിന്നാതെ സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിലോ അതൊരു ഗ്രഹമായിരിക്കും. കണ്ടോ, എത്ര സിമ്പിളാ അല്ലേ? അതുമാത്രമല്ല, ഒരു നക്ഷത്രത്തിന്റെ നിറം നോക്കിയാൽ പോലും അതിന്റെ കഥ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ കാണുന്നത് ഒരു നീല വെളിച്ചമാണെങ്കിൽ അതിനർത്ഥം അതൊരു പുതിയ നല്ല ചൂടുള്ള നക്ഷത്രമാണെന്നാണ്. ഇനി ചുവപ്പ് നിറമാണ് കാണുന്നതെങ്കിലോ അത് കുറച്ചുകൂടി പ്രായം ചെന്ന കൂടുതൽ കാലം അവിടെയുള്ള ഒരു നക്ഷത്രവ്യവസ്ഥയുടെ ഭാഗമാണെന്നും നമുക്ക് ഊഹിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഈ ആകാശത്തെ എങ്ങനെ വഴി കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഇത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ആകാശത്തെവിടെയാണ് ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഗ്രഹമെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിലെ ആദ്യത്തെ അളവാണ് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഒരാകാശഗോളം എത്രത്തോളം ഉയരത്തിലാണ് എന്ന് പറയുന്ന ഒരു കണക്കാണിത്. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ചക്രവാളമില്ലേ, അതിനെ 0 ഡിഗ്രി ആയിട്ടും നമ്മുടെ തലയ്ക്ക് നേരെ മുകളിലുള്ള പോയിന്റിനെ 90 ഡിഗ്രി ആയിട്ടുമാണ് കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് അസിമുത്ത്. ഇത് ആ വസ്തു ഏത് ദിശയിലാണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഒരു കോമ്പസ് പോലെ തന്നെ. വടക്ക് 0 ഡിഗ്രി, കിഴക്ക് 90 ഡിഗ്രി, തെക്ക് 180, പിന്നെ പടിഞ്ഞാറ് 270. അപ്പോൾ ഈ ആൽറ്റിറ്റ്യൂഡും അസിമുത്തും, ഈ രണ്ട് അളവുകൾ കയ്യിലുണ്ടെങ്കിൽ ആകാശത്തിലെ ഏത് വസ്തുവിൻ്റെയും ലൊക്കേഷൻ നമുക്ക് പിൻ പോയിന്റ് ചെയ്യാം. ഇത് ഓർത്തുവയ്ക്കാനൊരു എളുപ്പവഴിയുണ്ട്. ആകാശത്തെ ഒരു ഭീമൻ ക്ലോക്ക് ഫേസ് ആയിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ അസിമത്ത് പറയുന്നത് ക്ലോക്കിലെ ഏത് മണിക്കൂറിൻ്റെ അടുത്താണ് ആ വസ്തു എന്നാണ്. ഇനി ഓൾട്ടിറ്റ്യൂഡോ, അത് ആ ക്ലോക്കിന്റെ വക്കിൽ നിന്ന് എത്രത്തോളം മുകളിലാണ് ആ വസ്തു എന്ന് പറഞ്ഞു തരും. സിമ്പിളല്ലേ? ശരി, നമുക്കിതൊന്ന് പ്രയോഗിച്ചു നോക്കിയാലോ? വടക്കൻ ആകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികാട്ടിയായ ധ്രുവ നക്ഷത്രത്തെ നമുക്ക് കണ്ടെത്താം. ആദ്യം ചെയ്യേണ്ടത് സപ്തർഷികളെ, അതായത് ബിഗ് ഡിപ്പറിനെ കണ്ടെത്തുക എന്നതാണ്. എന്നിട്ട് അതിലെ ആ ചൂണ്ടുവിരൽ പോലുള്ള 2 നക്ഷത്രങ്ങളില്ലേ, ധുബയും മെറാക്കും, അവയെ യോജിപ്പിച്ച് നേരെ ഒരു വര സങ്കൽപ്പിച്ചാൽ മതി. ആ വര നിങ്ങളെ നേരെ ധ്രുവ നക്ഷത്രത്തിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിഗ്രികളെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതുപയോഗിച്ച് ആകാശത്തെ ഒരു അളവുകോല് പോലെ നമുക്ക് എങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആകാശത്തെ വെറുതെ പരന്നുകിടക്കുന്ന ഒന്നായി കാണാതെ അളക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് സങ്കൽപ്പിക്കുക. ചക്രവാളം 0 ഡിഗ്രി, തലയ്ക്ക് നേരെ മുകളിലുള്ള ഭാഗം 90 ഡിഗ്രി. അത്രയുള്ളൂ. ഈ കോസ്മിക് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ കടയിൽ പോയി വാങ്ങേണ്ട ഒരു സാധനമൊന്നല്ല കേട്ടോ. ഇത് നമ്മുടെ മനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അളവുകോലാണ്, ഒരു രീതിയാണ്. ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കും ആകാശത്തെ ഒരു ഗണിതശാസ്ത്രജ്ഞനെ പോലെ കൃത്യമായി അളക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ചില ആകാശ കാഴ്ചകളിലേക്ക് പോകാം. റെഡിയല്ലേ? ഈ രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രൻ ചിലപ്പോൾ ഇതുപോലെ നല്ല കടും ചുവപ്പ് നിറത്തിൽ കാണപ്പെടും. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ആ കാഴ്ച. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഭൂമി ചന്ദ്രനെ മുഴുവനായി മറയ്ക്കുമ്പോൾ ചന്ദ്രൻ കട്ടപിടിച്ച് ഇരുട്ടിലാവേണ്ടതല്ലേ? പിന്നെ എവിടെന്നാണ് ഈ ചുവപ്പ് നിറം വരുന്നത്? ഇതിന്റെ ഉത്തരം നമുക്ക് വളരെ പരിചിതമായ ഒരിടത്തുണ്ട്, നമ്മുടെ അസ്തമയങ്ങളിൽ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം ചുവക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ കാരണം തന്നെയാണിവിടെയും. ഭൂമിയുടെ അന്തരീക്ഷം ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിച്ച് സൂര്യപ്രകാശത്തിലെ നീല പോലുള്ള നിറങ്ങളെയൊക്കെ ചിതറിച്ചു കളയും. എന്നിട്ട് ബാക്കിയുള്ള ചുവപ്പ് വെളിച്ചത്തെ മാത്രം വളച്ച് ചന്ദ്രന്റെ മുകളിലേക്കെത്തിക്കും.
നോക്കൂ, നമ്മുടെ അന്തരീക്ഷം കാണിക്കുന്ന ഒരു മാജിക് പോലെയാണത്. അപ്പോ ഈ ആകാശം നോക്കുന്ന യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ കുറച്ച് ആധുനിക ടൂൾസും ഉണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ കിട്ടുന്ന നൈറ്റ് സ്കൈ, സ്കൈ സഫാരി, സ്റ്റെല്ലേരിയം പോലുള്ള ആപ്പുകളുണ്ടല്ലോ, അവ ഉപയോഗിച്ചാൽ നിങ്ങൾ കാണുന്ന നക്ഷത്രം ഏതാണ്, ഗ്രഹം ഏതാണെന്നൊക്കെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ശരി, ഇനി നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം. നമ്മുടെ വീട്ടുമുറ്റത്തെ ആകാശത്തു നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ വിശാലമായ ആഴങ്ങളിലേക്കൊന്ന് നോക്കിയാലോ? ഒരു കാര്യം എപ്പോഴും ഓർക്കണം. നിങ്ങൾ വെറും കണ്ണുകൊണ്ട് ആകാശത്ത് കാണുന്ന ഓരോ നക്ഷത്രവും അതെല്ലാം നമ്മുടെ സ്വന്തം വീടായ ആകാശഗംഗ അഥവാ മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ സ്വന്തം വീടിന്റെ ഒരു കോണിലേക്കാണ്. സെഫീഡ് വേരിയബിൾസ് എന്ന പേരിൽ ചില പ്രത്യേക തരം നക്ഷത്രങ്ങളുണ്ട്. ജ്യോതിശാസ്ത്രജ്ഞർ ഇവയെ ഒരു കോസ്മിക് യാർഡ്സ്റ്റിക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ അളവുകോലായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിന് കൃത്യമായ ഒരു വ്യതിയാനമുണ്ട്. അത് അളന്നാൽ അവ നമ്മളിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് വളരെ കൃത്യമായി കണക്കാക്കാൻ പറ്റും. ഇങ്ങനെയാണ് മറ്റ് ഗാലക്സികളിലേക്കുള്ള ദൂരം പോലും അവർ അളന്നെടുക്കുന്നത്. അപ്പോ ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ കാണുന്ന ഓരോ നക്ഷത്രവും വെറുമൊരു പ്രകാശത്തിന്റെ പൊട്ടല്ല, അത് നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങൾ നോക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനായി അളക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ആ വലിയ ഭൂപടത്തിലെ ആദ്യത്തെ ഒരു പോയിന്റിലേക്കായിരിക്കാം. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ച് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഓരോ കാഴ്ചയ്ക്കും പുതിയൊരർത്ഥം കിട്ടില്ലേ?